നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. യെസ്, ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് യൂണിറ്റ് 4 ലേണർ ഓറിയന്റഡ് കരിക്കുലം. ലേണർ ഓറിയന്റഡ് കരിക്കുലം എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ പേരിൽ തന്നെ ഉണ്ട്, ലേണറിനാണ് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ലേണറിന്റെ നീഡ്സും ഇൻട്രസ്റ്റും ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു കരിക്കുലത്തെയാണ് ലേണർ ഓറിയന്റഡ് അല്ലെ ലേണർ സെന്റേർഡ് കരിക്കുലം എന്ന് പറയുന്നത്. The learner centered curriculum puts emphasis on the maximum growth of the pupils. സ്റ്റുഡൻസിന്റെ ഡെവലപ്മെന്റിനെയാണ് ഈ ഒരു കരിക്കുലം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. Okay. Concerns of the children are the basis for organizing the children's school program with emotional involvement of pupils in learning. The whole learning process would become more vivid and valuable. ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് എന്റെ നെറ്റിന്റെ പറയുന്നത് നമുക്ക് കേൾക്കുന്നുണ്ടോ ക്ലിയർ ആയിട്ട്? നെറ്റിന് എന്തോ ഒരു അൺസ്റ്റേബിൾ എന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ ഒരു ആശയത്തിൽ തന്നെയാണ് കെല്ലി child-centered education should take into account the needs of the learner, growth of the learner and interest of the learner. ഈ ശരിക്കും പറഞ്ഞാൽ ലേണർ സെന്റേർഡ് കരിക്കുലം എന്ന് പറയുന്നത് കുറച്ച് സൈക്കോളജിക്കൽ ബേസിസിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കരിക്കുലമാണ്. അതിന് അത്ര ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ഇതല്ല, അൺസ്ട്രക്ചേർഡ് ആവുന്നു. കാരണം ലേണേഴ്സിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പം അത് വേരി ചെയ്യും അല്ലെ. അപ്പൊ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യപ്പെടുന്ന ഒരു കരിക്കുലം എന്ന് പറയുമ്പോഴത്തേക്കും അതിന് അതിൻ്റെതായ സ്ട്രക്ചർ വൈസ് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ എഡ്യൂക്കേഷനിസ്റ്റ് ആയിട്ടുള്ള ജോൺ ഡി.വി പറയുന്നത് the child-centered education characterized by providing meaningful learning experiences by allowing children to interact with the environment. സ്റ്റുഡൻസിന് എൻവയൺമെന്റുമായിട്ട് ഉള്ള ഇന്ററാക്ഷൻ കൂടുതലായിട്ട് വേണം എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൻസറി പെർസെപ്ഷൻസ് എന്നൊക്കെ പറയുന്ന ആ ആശയം. അതായത് നമ്മൾ ചുറ്റിലും നമ്മുടെ എൻവയൺമെന്റിൽ കാണുന്ന കാര്യങ്ങളെ അടുത്തറിഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ള ഒരു ആശയമാണ് ഇതിനകത്ത് വരുന്നത്. എഡ്യൂക്കേറ്റിംഗ് ചിൽഡ്രൻ അക്കോർഡിംഗ് ടു ദിയർ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അവരുടെ ഓരോരോ ഏജിൻ്റെതായ ഒരു സ്റ്റേജസ് ഉണ്ടല്ലോ, അതനുസരിച്ച് വേണം അവരെ ഡിവൈഡ് ചെയ്യാനായിട്ട്. വെറുതെ നമ്മളിപ്പോ എലിമെന്ററി, സെക്കൻഡറി, ഹയർ സെക്കൻഡറി എന്നൊക്കെ പറഞ്ഞു പോകുന്നതിനേക്കാളും അവരുടെ ആ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജിന് അനുസരിച്ചായിരിക്കണം ഈ കരിക്കുലം പ്രിപ്പയർ ചെയ്യേണ്ടത്. ലേണർ സെന്റേർഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. പ്രൊവൈഡിങ് teaching to suit the interests and abilities of children and providing adequate opportunities for children to socialize, inquire and experiment, construct and innovate. ഈ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് സോഷ്യലൈസ് ചെയ്യാനും സൊസൈറ്റിയുമായിട്ട് അടുത്ത് ഇടപഴകാനും അതുപോലെ ഇൻക്വയർ ആൻഡ് എക്സ്പെരിമെന്റ്, എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി ചോദിച്ചറിഞ്ഞ് അതിനനുസരിച്ച് അവരുടെ ആ ഒരു അന്വേഷണ ത്വര വർദ്ധിപ്പിച്ച് അതിൽ നിന്ന് അവര് കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്ത് അങ്ങനെ ഒരു അവരുടേതായ ഒരു നോളജ് കൺസ്ട്രക്ട് ചെയ്ത് അതിൽ പുതിയ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ കൊണ്ടുവരാൻ അവര് തന്നെ പ്രാപ്തരാവുക. ആ ഒരു ആശയമാണ് ജോൺ ഡി.വിക്ക് ഉണ്ടായിരുന്നത്. In brief, student-centered curriculum refers to the arrangement of a set of learning experiences, both direct and indirect, that allows students to participate fully. അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസുകൾ ഉണ്ടാവുക സൊസൈറ്റിയുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ എൻവയൺമെന്റുമായിട്ട്
അടുത്തിടപഴകാനുള്ള അവസരം ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിന് ഉപയോഗപ്പെടുന്ന രീതിയിലാണ് നമ്മളുടെ ഈ ഫീൽഡ് ട്രിപ്സും സ്റ്റഡി ടൂർ, പിന്നെ അതുപോലെ ലാബിലെ എക്സ്പെരിമെന്റ്സ് നടത്തുന്നത്, ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഈ ഒരു ലേണർ സെന്റേർഡ് എന്നുള്ള ആശയത്തിൽ നിന്ന് ആണ്. ഫീൽഡ് ട്രിപ്സ്, ലബോറട്ടറി എക്സ്പെരിമെന്റ്സ്, completing assigned projects, etc. are capable of providing direct learning experiences to students. അത് ഡയറക്റ്റ് ലേണിംഗ് മെത്തേഡാണ്. അവര് തന്നെ എക്സ്പെരിമെന്റ് ചെയ്ത് അല്ലെങ്കിൽ കണ്ടറിഞ്ഞ് ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ്. Radio and television programs, recorded audio and video cassettes, daily newspapers and magazines, textbooks, etc. provide indirect learning experiences to students. ഈ ലിസ്ണിംഗ്, നമ്മുടെ ലാംഗ്വേജുകാരുടെ കാര്യത്തിലാണെങ്കിൽ ലിസ്ണിംഗ് സ്ക്രിപ്റ്റുകളും കാര്യങ്ങളും ഒക്കെ കേൾപ്പിച്ചിട്ടും ഒക്കെ അവർക്ക് എക്സ്പീരിയൻസ് കൊടുക്കാറുണ്ട്. അപ്പൊ അത് സ്കിൽ ഡെവലപ്മെന്റിനൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, റേഡിയോ, പിന്നെ വാച്ചിങ് TV, അല്ലെങ്കിൽ റെക്കോർഡഡ് ഓഡിയോ കാസറ്റ്സ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെയൊക്കെ. അതുപോലെ ന്യൂസ് പേപ്പേഴ്സ് ആണെങ്കിലും മാഗസിൻസ്, ടെക്സ്റ്റ് ബുക്സ്, ഈവൻ അതെല്ലാം തന്നെ വരുന്നത് ഇൻഡയറക്റ്റ് ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുക്കുന്ന രീതിയിലാണ്. ഇനി നമുക്കതിന്റെ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് നോക്കാം. സ്ട്രക്ചർ. Student-centered curriculum cares more for the individual learners and development of their potentials. Importance is given for the inculcation of original thinking, practical skills, and free expression of one's own ideas. Learning experiences are planned to promote personality development. ഇപ്പം സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും കുട്ടികളുടെ ആ ഒരു പൊട്ടൻഷ്യൽ ഇത് ചെയ്യുന്ന തരത്തിൽ, ഡെവലപ്പ് ചെയ്യുന്ന തരത്തിൽ, അവരുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലും, അതുപോലെ ഒറിജിനൽ തിങ്കിങ്, അവരുടേതായ രീതിയിൽ അവർക്ക് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് എൻക്വയറി സ്റ്റൈലിലാക്കുന്നത്. കാരണം അവർക്ക് എന്താണോ തോന്നുന്നത് അത് ചോദിക്കാനും അതിനെ ബേസ് ചെയ്ത് എക്സ്പെരിമെന്റ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സ്ട്രക്ചറാണ്. Objectives, they are formulated on the basis of the needs of students, their interest and developmental stage, and as such they are highly flexible. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ഒബ്ജക്റ്റീവ്സ് ആണ്. കുട്ടികളുടെ നീഡ് അനുസരിച്ച്, സ്റ്റുഡൻസിന്റെ നീഡും ഇൻട്രസ്റ്റും അനുസരിച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ്സുമാണ് അതിനകത്ത് കൊടുക്കുന്നത്. പിന്നെ കോണ്ടന്റ്സ് are selected based on students' needs, ability to learn, age, aptitude and previous experiences. അതും ഈ പറഞ്ഞ പോലെ തന്നെ കോണ്ടന്റ്സ് കൊടുക്കുന്നതും ഓരോരോ കുട്ടിയുടെയും ഏജ്, അവരുടെ ആപ്റ്റിറ്റ്യൂഡ് മീൻസ് അവരുടെ ആ ഒരു അതിലുള്ള വിഷയത്തിലുള്ള താല്പര്യം, പിന്നെ അവരുടെ ആവശ്യം, ഇത്രയും പ്രായത്തിലുള്ള കുട്ടിക്ക് എന്തെന്ന കാര്യങ്ങൾ ആ കുട്ടി അച്ചീവ് ചെയ്തിരിക്കണം എന്നുള്ള ആ ഒരു നീഡ് കണക്കാക്കിയിട്ട്, പിന്നെ അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസ്, ഓരോരോ മുൻ വർഷങ്ങളിൽ അവര് കണ്ടതും അറിഞ്ഞതും പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങള് റിലേറ്റ് ചെയ്ത് അതിന്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്ന തരത്തിൽ ഉള്ളതാണ് അതിന്റെ കോണ്ടന്റ്സ് വരുന്നത്. പിന്നെ ടീച്ചിങ് ആൻഡ് ലേണിംഗ്, ടൈമിന്റെ കാര്യമാണ്. ടൈം അലോട്ടഡ് for teaching gets reduced as more time is allowed for self learning. ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് കൂടുതൽ സമയവും സെൽഫ് ലേണിംഗ് മെത്തേഡായിരിക്കും ഉണ്ടാവുന്നത്. അത് പിന്നെ ടീച്ചറുടെ ടീച്ചിങ്ങിന്റെ ഒരു ടൈം എന്ന് പറയുന്നത് കുറവായിരിക്കും. അവർക്ക് ജസ്റ്റ് ആ ഒരു കൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കുക എന്നുള്ള കാര്യം മാത്രമേ ഒരു ടീച്ചർക്ക് ചെയ്യാനുള്ളൂ. ബാക്കി അതിന്റെ മുകളിലുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നതും എക്സ്പെരിമെന്റ് ചെയ്യുന്നതും എല്ലാം സ്റ്റുഡന്റിന്റെ ജോലിയാണ്. അതുകൊണ്ട് തന്നെ സെൽഫ് ലേണിംഗിനാണ് കൂടുതൽ സമയം എടുക്കുന്നത്. There is active interaction between the teacher and students, which creates a good learning environment. കുട്ടികളും ടീച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ, ഇന്ററാക്ഷൻ വളരെ ആക്റ്റീവ് ആയിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ലേണിംഗ് എൻവയൺമെന്റും അവിടെ ഉണ്ടാവുന്നുണ്ട്. Audiovisual materials and practical demonstrations are increasingly used in the classroom instruction. ടീച്ചർ കൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോലും അതൊരു ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടീച്ചർ നിന്നൊരു ലെക്ചർ മെത്തേഡിലോ അല്ല ചെയ്യുന്നത്. പകരം എന്താണ്, ഡെമോൺസ്ട്രേഷൻസ് ആയിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഡിയോ വിഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് ഒന്നുകിൽ ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ. അതല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽ ആയിട്ട് നമ്മള് ഇപ്പൊ ക്ലാസ് റൂംസ് ഒക്കെ മിക്കതും സ്മാർട്ട് ക്ലാസ് റൂം ഒക്കെ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രൊജക്ടർ വെച്ച് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാനുള്ള സൗകര്യം മിക്ക ക്ലാസ്സുകളിലും ഇപ്പോൾ
ഉണ്ട്. Students are encouraged to undertake projects, prepare assignments and learn by self-efforts. And grouping of learners. Students are organized into several learning groups based on their achievement in the subject and interest exhibited. One of the members of the group direct the activities. Students learn through group activities. Formation of group will vary for different subjects. ഓരോ സബ്ജക്റ്റിനും അവരുടെ അച്ചീവ്മെന്റിന്റെ ഇതനുസരിച്ച് ഓരോ കുട്ടികളും എത്രത്തോളം ഈ ഒരു കാര്യം ഗ്രാസ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കണക്കാക്കിയിട്ടുള്ള ഓരോരോ ഗ്രൂപ്പുകൾ ഫോം ചെയ്തിട്ട് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനാണ് ഈ ലേണർ സെന്റേർഡ് കരിക്കുലത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. Then time schedule and space. Timetable is flexible and is unlike that followed in subject-centered curriculum. Subject-centered curriculum ചെയ്യുന്ന പോലെ ഒരു കറക്റ്റ് ഇത്ര മിനിറ്റ് ടൈം വെച്ചിട്ടുള്ള ഓരോരോ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത് ഇതിനകത്ത് നടക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫ്ലെക്സിബിൾ ടൈം ടേബിൾ ആണ്. ടൈം വാസ് അലോട്ടഡ് ഡിപെൻഡിങ് അപ്പോൺ ദ നേച്ചർ ആൻഡ് ഡിഫിക്കൽട്ടി ലെവൽ ഓഫ് ദ ലെസൺ. ആ ലെസണിന്റെ ഡിഫിക്കൽട്ടി ലെവലിനനുസരിച്ചിരിക്കും ക്ലാസിന്റെ ടൈം സെറ്റ് ചെയ്യുന്നത്. Learning may take place in different places like laboratory, library, workshop, gymnasium, etc. in addition to the classroom. കാരണം ഇതിനകത്ത് പറഞ്ഞല്ലോ നമ്മൾ കൂടുതലും എക്സ്പെരിമെന്റ് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് റൂമിലെ ഒരു 40 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് എന്നുള്ള കണക്കിൽ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ലബോറട്ടറി എക്സ്പെരിമെന്റ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ റിസൾട്ട് കിട്ടാൻ അതിൻ്റെതായ ഒരു ടൈം എടുക്കും. അപ്പൊ അത് അതിനനുസരിച്ച് ടൈം ടേബിൾ ഫ്ലെക്സിബിൾ ആക്കേണ്ടി വരുന്നു. Whenever necessary, field trips and educational tools are organized. Such flexibility is not possible in a subject-centered curriculum. Subject-centered curriculum അത് ഇത്ര തന്നെ പോസിബിൾ അല്ല. Role of the teacher. Student-centered curriculum, teacher is mainly a facilitator. ടീച്ചറിന്റെ റോള് ടീച്ചർ എന്നുള്ളത് മാറി ഒരു ഫെസിലിറ്റേറ്റർ. കുട്ടികൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരാൾ എന്ന രീതിയിലായി. അവർക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക, അവരെ ചെയ്യുന്ന കാര്യത്തിന് എൻകറേജ് ചെയ്ത് ഇങ്ങനെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമേ ടീച്ചർക്ക് ജോലിയുള്ളൂ. ബാക്കി കാര്യങ്ങൾ അത്രയും കുട്ടികൾ തന്നെ ചെയ്യണം. സോഷ്യൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ് വിൽ ഡിക്രീസ്. ടീച്ചർ വിൽ നോട്ട് ഹെസിറ്റേറ്റ് ടു ആക്സെപ്റ്റ് സ്റ്റുഡൻസ് ഐഡിയാസ്. കുട്ടികൾക്ക് പുതിയ പുതിയ ഐഡിയകൾ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിന് അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്നു. അതേസമയം സബ്ജക്ട് സെന്റർ കരിക്കുലത്തിൽ ടീച്ചർ എല്ലാം പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത് പോയി പറഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ടീച്ചറാണ് അവസാന വാക്ക്. കുട്ടികളുടെ ഐഡിയക്ക് അവിടെ വലിയ പ്രസക്തി ഒന്നും ഇല്ല. അപ്പൊ അതിനേക്കാളും ഇതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഈ ഓരോ കൺസെപ്റ്റും പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഓരോരുത്തരും മനസ്സിലാക്കുന്നത് പലതരത്തിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ അടുത്തുനിന്നും വിവിധങ്ങളായിട്ടുള്ള ഐഡിയാസും ഉരുത്തിരിഞ്ഞു വരും അല്ലെ. അപ്പൊ അത് ടീച്ചർക്കും പലപ്പോഴും ആക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നേക്കും. കാരണം ചിലപ്പോൾ ടീച്ചർ പോലും വിചാരിക്കാത്ത തരത്തിലുള്ള ഐഡിയാസ് ആയിരിക്കും കുട്ടികളുടെ കയ്യിൽ ഉണ്ടാവുന്നത്. ആൻഡ് ഇവാലുവേഷൻ. അപ്പാർട്ട് ഫ്രം ടീച്ചേഴ്സ് ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻസ്, there is provision for self-evaluation by the students themselves. Students are assessed for how they learn and not merely by what they have learned. And this approach encourages students to improve their learning techniques. കുട്ടികൾക്ക് സ്വയം തന്നെ ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് ഇതൊക്കെ കിട്ടിയത് എന്നുള്ള രീതിയിൽ ഉള്ള സെൽഫ് അസസ്മെന്റിനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് എത്രത്തോളം പഠിച്ചു എന്നുള്ളതിനേക്കാളും ആ ഒരു സാധ്യത എന്ന് പറയുന്നത് കുട്ടികൾക്ക് കുറച്ചുകൂടി അവരുടെ കഴിവുകൾ ഇംപ്രൂവ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുന്നു. Then importance of learner centered evaluation and assessment. ഇവാലുവേഷനും അസസ്മെന്റും വരുമ്പോഴത്തേക്കും ഇവാലുവേഷൻ ഒരു എന്താ പറയാ ഫോർമേറ്റീവ് അസസ്മെന്റും സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞ രണ്ടു തരം അസസ്മെന്റ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എനിവേ അതുണ്ട്. അതായത് രണ്ടു തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് സാധാരണ പണ്ടൊക്കെ ഉണ്ടാവുമായിരുന്നത് എന്നാൽ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങിക്കഴിഞ്ഞാൽ അതില് ഒരു 3-4 മാസം ആവുമ്പോ ഒരു ക്വാർട്ടർലി എക്സാമിനേഷൻ, അത് കഴിഞ്ഞ് ഏകദേശം 6 മാസം കഴിഞ്ഞു ഒരു വർഷത്തിന്റെ പകുതി ആവുമ്പോഴത്തേക്കും എന്താ പറയാ ഹാഫ് ഇയർലി എക്സാമിനേഷൻ, പിന്നെ ഫൈനൽ എക്സാമിനേഷൻ, മാർച്ച് മാസത്തിൽ ഒരു ഫൈനൽ എക്സാമിനേഷൻ. ഇങ്ങനെ ഇയർലി ഒരു 3 എക്സാമിനേഷൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്.
കുട്ടികൾ എത്രത്തോളം ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്തു എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് ഇങ്ങനെ 3 എക്സാമുകളിലൂടെ മാത്രമാണ്. ടേം എക്സാമുകളിലൂടെ മാത്രമായിരുന്നു. എന്നാൽ അതേസമയം ഇപ്പൊ തന്നെ നിങ്ങളൊക്കെ പഠിച്ചു വന്നിട്ടുള്ള ഒരു മോഡൽ തന്നെ നിങ്ങൾക്ക് ഓർത്താൽ അറിയാം. ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് ടെസ്റ്റ് ഉണ്ട്, യൂണിറ്റ് ടെസ്റ്റ് ഉണ്ട്, ക്വിസുകളുണ്ട്, അതുപോലെ പിന്നെ അസൈൻമെന്റ്സ്, പ്രോജക്ട്സ്, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള സംഗതികൾ ഇങ്ങനെ പടിപടിയായിട്ട് ചെയ്ത് വന്നിട്ടാണ് നിങ്ങൾ അവസാനം ഓരോ ടേമിലുള്ള ഓരോ എക്സാം വരുന്നത്. ടേം എക്സാം ഇപ്പൊ ഇല്ല എന്നല്ല, പക്ഷെ ടേം എക്സാമിന്റെ ഇടയിൽ തന്നെ ഇത്രയും തരത്തിലുള്ള അസസ്മെന്റുകൾ അതിനിടയിൽ നടത്തി പോരുന്നുണ്ട്. അങ്ങനെ അതായത് ഓരോ സ്റ്റേജിലും ഓരോരോ ഒബ്ജക്റ്റീവും കുട്ടികൾ എത്രത്തോളം അച്ചീവ് ചെയ്തു എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു മെത്തഡ്. അപ്പം എന്താ പറയാ, CCE അല്ലെ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ, ആ ഒരു രീതിയൊക്കെ കൊണ്ടുവന്നത് ഈ ഒരു ലേണർ സെന്റർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വന്നതിന് ശേഷമാണ്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ അസസ്മെന്റിന്റെ രീതികൾ മാറിയതിന് ശേഷമാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഫോർമേറ്റീവും സമ്മേറ്റീവും തമ്മിൽ പറയാനൊരു ചെറിയൊരു എക്സാമ്പിൾ ഉള്ളത് എന്താന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോ ഒരു മാങ്ങണ്ടി കിട്ടി, അത് കൊണ്ടുപോയി ഒരു അത്യാവശ്യം നല്ലൊരു സ്ഥലം ഏരിയ ഒക്കെ നോക്കി അവിടെ കുഴിച്ചിടുന്നു. കുഴിച്ചിട്ട് കഴിഞ്ഞ് നമ്മള് അപ്പം ജസ്റ്റ് വെള്ളമൊക്കെ ഒഴിച്ചു, നല്ലോണം മണ്ണൊക്കെ അടിയിലിട്ടു ഒക്കെ ആക്കി വെച്ചിട്ട് പോകുന്നു. കുറെ ദിവസം കഴിഞ്ഞ് വന്ന് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ വലിയ കാര്യമായി ഒന്നും ശ്രദ്ധിക്കേണ്ടി വരാറില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ സ്പ്രൗട്ടായി അത് പിന്നെ അങ്ങനെ അതിന്റെ വഴിക്ക് അങ്ങ് വളർന്നോളൂ. ഇപ്പം ആള് താമസമൊന്നും ഇല്ലാത്ത വീടുകളിലെല്ലാം മരം വളരുന്നില്ലേ, അതൊക്കെ ഈ ഒരു തരത്തിലാണ്. ആരും തിരിഞ്ഞു നോക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേര് വന്നു കഴിഞ്ഞാൽ ആ വേരുകൾ തന്നെ വെള്ളവും കാര്യവും ഒക്കെ തേടി പിടിച്ചു പോയി അവര് സ്വയം അങ്ങ് വളർന്നോളും. നമ്മള് വല്ലപ്പോഴും ഒക്കെ പോയി എന്തായി ഞാൻ നട്ട മാങ്ങണ്ടി വളർന്നോ എന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കുന്നു എന്നുള്ളതല്ലാതെ വേറെ കാര്യമായി നമ്മളൊന്നും ചെയ്യുന്നില്ല. എന്നാൽ വേറൊരു രീതിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മാങ്ങണ്ടി കുഴിച്ചിട്ടു, അടുത്ത ദിവസം ചെന്ന് അതൊക്കെ ഒന്ന് മണ്ണൊക്കെ ഒന്ന് ഇതാക്കി ഒന്ന് തലോടിയൊക്കെ നോക്കി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു പോരുന്നു. അടുത്ത ദിവസം വീണ്ടും ചെല്ലുന്നു, നമ്മൾ അതൊക്കെ ഒന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു, തിരുകൂടെ വെള്ളമൊക്കെ ഒഴിച്ച് പോരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ചെടി വന്നു കഴിഞ്ഞാൽ ചെടി ഓരോ സ്റ്റേജിൽ വളരുന്ന മുറയ്ക്ക് നമ്മൾ പോയി അതിന്റെ അടിയിൽ മാന്തി കൊടുത്തു, അല്ലെ, വെള്ളമൊക്കെ ഒഴിച്ചു, വളം വേണമെങ്കിൽ വളം ഇട്ടു. അങ്ങനെ പടിയായി നമ്മൾ അതിനെ തന്നെ നോക്കി ശുശ്രൂഷിച്ച് വളർത്തുന്നു. ഈ 2 തരത്തിലുള്ള ഒരു വ്യത്യാസമാണ് ശരിക്കും പറഞ്ഞാൽ ഫോർമേറ്റീവും സമ്മേറ്റീവും തമ്മിലുള്ളത്. സമ്മേറ്റീവ് എന്ന് പറയുന്നത് വെറുതെ ഒരു കുഴിച്ചിട്ട് വെച്ചു, അത് തനിയെ വളർന്നു വന്ന ഒരു മാവ് വളരുന്ന രീതിയും, ഫോർമേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ ടൈം ടു ടൈം ചെന്ന് നോക്കി അതിനെ വളമിട്ടിട്ടും വെള്ളം ഒഴിച്ചിട്ടും അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നതും തമ്മിലുള്ളൊരു ഡിഫറൻസ് ആണ്. അതാണ് ഫോർമേറ്റീവ് അസസ്മെന്റ്. നമ്മുടെ ഈ പറഞ്ഞ പോലെ ഓരോരോ യൂണിറ്റ് കഴിയുമ്പോഴത്തേക്കും യൂണിറ്റ് ടെസ്റ്റുകൾ, പിന്നെ അതിന്റെ ഇടയിൽ തന്നെ ആ ഏരിയനെ എടുത്തിട്ട് അതിന്റെ അകത്തുനിന്ന് അസൈൻമെന്റ്സ് കൊടുക്കുന്നു, പിന്നെ കുറച്ച് യൂണിറ്റ്സ് ആകുമ്പോഴത്തേക്കും പ്രൊജക്ട് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് എപ്പോഴും നമ്മൾ കുട്ടികളുടെ കൂടെ തന്നെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു രീതി, അതാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അതിലും ടേം ടെസ്റ്റും ഫൈനൽ എക്സാമും ഒക്കെ ഉണ്ട്. എങ്കിലും അതിനിടയിൽ തന്നെ കുട്ടികൾ ഒരുപാട് സ്റ്റേജസിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അപ്പം ഈ ലേണേഴ്സിന്റെ ഇവാലുവേഷനിലും വരുന്നത് ഈ തരത്തിലുള്ള അസസ്മെന്റ് ആണ്. ഫോർമേറ്റീവ് അസസ്മെന്റിന്റെ ഒരു ടൈപ്പാണ്. Learning experience are provided and taking place both in and out of school, involving self-learning as well as group work, assessment and evaluation of learning achievement of students in the learner-centered approach to be of different modes, namely written, oral and performance-based, achievement tests, oral tests, observation and grading using checklists and rating scales, peer group evaluation, self-evaluation, etc. ഇവിടെ ഇവാലുവേഷനിൽ ഇങ്ങനെ പല തരത്തിൽ ചെയ്യുന്നുണ്ട്. റിട്ടൺ എക്സാം ഉണ്ട്, ഓറൽ എക്സാം ഉണ്ട്, പെർഫോമൻസ് ബേസ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ഉണ്ട്, പിന്നെ അച്ചീവ്മെന്റ് ടെസ്റ്റ്, എത്രത്തോളം ഈ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്തു എന്നറിയാനുള്ള ടെസ്റ്റുകൾ, ഒബ്സർവേഷൻ, ഗ്രേഡിംഗ് ചെയ്യാറുണ്ട്. അതിന് അതുപോലെ തന്നെ റേറ്റിംഗ് സ്കെയിൽ വെച്ചിട്ടുണ്ട്. ഒരു 5 point റേറ്റിംഗ് സ്കെയിൽ വെച്ചിട്ട് നമ്മൾ അവരുടെ ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നു, പിന്നെ അതിനുള്ള ഫീഡ്ബാക്ക് കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്തു പോരാറുണ്ട്. Thus, a comprehensive continuous evaluation
comprehensive and continuous evaluation program becomes essential when student-centered curriculum is made use of in the teaching learning process. Both formative and summative assessments are necessary to evaluate students' performance and provide for offering feedback then and there so as to improve the learner's performance. അപ്പം അതാ പറഞ്ഞത് ഫോർമേറ്റീവ് അസസ്മെന്റും സമ്മേറ്റീവ് അസസ്മെന്റും രണ്ടും ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് കോംപ്രഹെൻസീവ് ആൻഡ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഇനി യൂസ് ഓഫ് ഗ്രേഡിംഗ് ഇൻ അസസ്മെന്റ്. അസസ്മെന്റിൽ ഗ്രേഡിംഗ് ചെയ്യുന്നത് റാങ്കിങ് എന്നുള്ള പരിപാടി ഇപ്പൊ ഇല്ലല്ലോ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ. അത് ശരിക്ക് ഒരുപാട് ഗുണങ്ങളും അതിനുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇതിലെ അസസ്മെന്റിലെ ഗ്രേഡിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള. ഗ്രേഡിംഗ് ഇൻ എഡ്യൂക്കേഷൻ റെഫേഴ്സ് ടു ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റുഡൻസ് ഇൻ ടു എ few graded categories according to their level of achievement in examinations in every subject of study. ഓരോ സബ്ജക്റ്റിന്റെയും അതുള്ള അവരുടെ അച്ചീവ്മെന്റ് എത്രത്തോളമായി അതിനൊരു കാറ്റഗറൈസ് ചെയ്യുക. ഇത്ര പെർസെന്റ് മുതൽ ഇത്ര പെർസെന്റ് വരെയുള്ള കുട്ടികൾ ഇന്ന ഗ്രേഡ് ആ ഒരു കണക്കിൽ കൊടുക്കുന്നതിനാണ്. Grades can be assigned as letters, generally A to E. Some prefer to use 9-point grading scale as A1, A2, B1, B2, C1, C2, D1, D, E1, E2 to increase the degrees of differentiation or as a range 1 to 5, അതായത് 5-point scale. Grading system was developed by William Farish and first implemented by the University of Cambridge in 1792. ഓരോ കൺട്രിക്കും ഓരോ തരത്തിലാണ്. ഇവിടെ നമ്മുടെ നാട്ടില് ഫോളോയിങ് ഇൻട്രൊഡക്ഷൻ ഓഫ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ സിസ്റ്റം CBSE started using the grading system with 9-point grading scale from the academic year 2010-11 for standards 6 to 10. Tamil Nadu government too is following the grading system from 2012-13 for standards 1st to 8th and from 2013-14 for standards 9th and 10th. അപ്പോൾ CBSEയുടെ ആ ഒരു ഇത് തന്നെയാണ് ചെയ്യുന്നത്. 9-point സ്കെയിലാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ A1, A2, B1, B2, C1, C2, D, E1, E2 ആ രീതിയിലാണ് ചെയ്യുന്നത്. ഗ്രേഡിംഗ് സ്കീമിന്റെ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻ സ്റ്റുഡൻസ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് സ്കൂൾ റെക്കോർഡ്സ് ഓഫ് സ്റ്റുഡൻസ് അച്ചീവ്മെന്റ് ഓൺലി ഗ്രേഡ്സ് ആൻഡ് നോട്ട് മാർക്സ് വിൽ ബി മെൻഷൻഡ് പെർട്ടിനന്റ് ടു ദ ലെവൽ ഓഫ് പെർഫോമൻസ്. കുട്ടികളുടെ മാർക്ക് നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റുന്നില്ല, പകരം സബ്ജക്റ്റിന്റെ ഗ്രേഡ് മാത്രമാണ് കൊടുക്കുന്നത്. ഗ്രേഡും അതുപോലെ ഗ്രേഡ് പോയിന്റ്സ് ഉണ്ടാവും അല്ലെ. ഗ്രേഡിന്റെ ഒപ്പം തന്നെ ഗ്രേഡ് പോയിന്റ്സും കൊടുക്കാറുണ്ട് ഇതിൽ മാർക്ക് ലിസ്റ്റിനൊക്കെ. The practice of declaring pass or fail has been stopped. പണ്ടൊക്കെ ഞങ്ങളുടെ ഒക്കെ കാലത്ത് സബ്ജക്റ്റിൽ പാസ്സായോ ഫെയിലായോ എന്നുള്ളത് സൈഡിൽ എഴുതുമായിരുന്നു. ഓരോ സബ്ജക്റ്റിലും പാസ്സായെങ്കിൽ പാസ്, ഫെയിൽ ആയെങ്കിൽ ഫെയിൽ എന്ന് തന്നെ എഴുതുമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ഫെയിൽ എന്ന് പറഞ്ഞ് കുട്ടികളെ നിരുത്സാഹപ്പെടുത്തുന്ന പരിപാടി ഇല്ല. പകരം ഇങ്ങനത്തെ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഓരോരുത്തരും ഓരോരോ കാറ്റഗറിയിൽ ആയിട്ട് നിൽക്കുകയുള്ളൂ. അതായത് ലോ ഗ്രേഡ് കിട്ടിയ കുട്ടികൾക്ക് അവര് ഫെയിൽ അല്ല ആവുന്നത്, പകരം അവർക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ചാൻസ് ആണ് കിട്ടുന്നത്. The result of candidates regarding their achievement is declared in 2 categories: eligible for qualifying certificate and advised to improve performance. ആ 2 തരത്തിലാണ്. പാസ് എന്നും ഫെയിൽ എന്നും പറയുന്നതിന് പകരം ഒന്ന് എന്താണ് എലിജിബിൾ ഫോർ ക്വാളിഫൈങ് സർട്ടിഫിക്കറ്റ്, മറ്റൊന്ന് അഡ്വൈസ്ഡ് ടു ഇംപ്രൂവ് പെർഫോമൻസ്. അതായത് ലോ ഗ്രേഡ്സ് കിട്ടുന്നവർക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് കൊടുക്കുന്നത്. There will be no mentioning of a thing like overall marks, only grade point average GPA is mentioned. All candidates, even if they scoring less than 33% in one or all subjects, will now have the chances to improve their performance without having to repeat a year. അതാണ് അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അവർക്ക് രണ്ടാമത് ആ ഒരു ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യം വരുന്നില്ല, പകരം ഈ മാർക്ക് കുറഞ്ഞ ലോ ഗ്രേഡ് കിട്ടിയിട്ടുള്ള സബ്ജക്ട്സ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മാർക്സ് obtained by students are to be transformed into a 9-point scale and the pertinent grade corresponding to the level of achievement be marked. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്.
അതിനകത്ത് കാണാം മാർക്സിന്റെ റേഞ്ച് കൊടുത്തിട്ടുണ്ട്. 0 to 20 E2 എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഗ്രേഡ് പോയിന്റ് ഉണ്ടാവില്ല, നോ ഗ്രേഡ് പോയിന്റ്. ആൻഡ് വേർബൽ ഡിസ്ക്രിമിനേഷൻ ഓഫ് ഗ്രേഡ്സ് എന്ന് പറയുന്നത് എന്താണ്? പുവർ പെർഫോമൻസ് അല്ലെങ്കിൽ നീഡ്സ് ഹ്യൂജ് ഇംപ്രൂവ്മെന്റ് എന്നാണ് കൊടുക്കുന്നത്. 21 to 32 ആകുമ്പോഴത്തേക്കും E1, അതിനും ഗ്രേഡ് പോയിന്റ് ഇല്ല. അഡിക്വേറ്റ് പെർഫോമൻസ്, ഇൻഅഡിക്വേറ്റ് പെർഫോമൻസ് ആണ്, നീഡ്സ് ഇംപ്രൂവ്മെന്റ്. പെർഫോമൻസ് അത്ര പോരാ, ഇംപ്രൂവ്മെന്റ് വേണം എന്ന രീതിയിൽ, അതായത് നെഗറ്റീവായിട്ട് പറയാതെ അതിനെ പോസിറ്റീവ് ആക്കിയിട്ടുള്ള കമന്റ്സ് ആണ് പറയുന്നത്. 33 to 40 ആകുമ്പോഴത്തേക്കും D ആയി, അപ്പൊ ഗ്രേഡ് പോയിന്റ് 4 4 അഡിക്വേറ്റ് പെർഫോമൻസ് ആണ്. 41 to 50 ആകുമ്പോൾ C2, അതിന് ഗ്രേഡ് പോയിന്റ് വരുന്നത് 5 ഫെയർ ആണ്. 51 to 60 C1 ആണ്, അത് 6 ആണ് ഗ്രേഡ് പോയിന്റ് വരുന്നത്, പക്ഷെ അതും ഫെയർ തന്നെ. 61 to 70 B2 7 ഗ്രേഡ് പോയിന്റും ഗുഡ് ആണ് വരുന്നത്, അതിന്റെ വരുന്ന ഡിസ്ക്രിപ്ഷൻ. 71 to 80 B1 ആണ്, 8 ആണ് ഗ്രേഡ് പോയിന്റ്, അതും ഗുഡിൽ തന്നെയാണ് വരുന്നത്. 81 to 90 എന്ന് പറയുമ്പോഴേക്കും A2 ആയി, അപ്പൊ 9 ആണ് ഗ്രേഡ് പോയിന്റ് വരുന്നത്, വെരി ഗുഡ് ആണ് അതിന്റെ വരുന്നത്. പിന്നെ 91 to 100 എന്ന് പറയുന്നത് A1, അപ്പോഴത്തേക്കും ഗ്രേഡ് പോയിന്റ് 10 ആണ്, എക്സലന്റ് പെർഫോമൻസ് എന്നുള്ളതാണ് വരുന്നത്. Those whose achievement level is below the grade D in any one or in all the subjects will have 5 chances to improve their level. എന്ന് പറയുമ്പോഴത്തേക്കും E2 ോട്ടേക്ക് 5 ചാൻസ് വരുന്നുണ്ട് അവർക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോ ഈ ഒരു E1 E2 എന്ന് കിട്ടിയെന്ന് വിചാരിച്ച് കുട്ടിയെ സംബന്ധിച്ച് കുട്ടി ഫെയിലായി എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യം വരുന്നില്ല, പകരം ഇംപ്രൂവ് ചെയ്യാനുള്ള ചാൻസ് ആണ് ആ കുട്ടിക്ക് അവിടെ കിട്ടുന്നത്. Those who fail to obtain minimum grade D in any one or in all the subjects at the secondary school examinations shall be given the first chance to improve their level of performance in the examination to be held in about a month in the same year. അതാണ് അതില് ബെനിഫിറ്റ്. അതേ വർഷം തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ വരുന്ന അടുത്ത എക്സാം അവർക്ക് അപ്പിയർ ചെയ്യാനുള്ള അവസരമുണ്ട്. Those who succeed in improving their level of performance could study standard 11 without wasting a year. അപ്പൊ അവർക്ക് ആ വർഷം തന്നെ എന്താണ് മറ്റേ പരീക്ഷ അല്ലെ, അതുപോലെ അപ്പോ അവർക്ക് രണ്ടാമത് അതേ ഒരു മാസത്തിനുള്ളിൽ തന്നെ വരുന്ന ആ എക്സാം അറ്റൻഡ് ചെയ്ത് അവർക്ക് ആ വർഷം തന്നെ 11th പോകാൻ പറ്റുന്നതാണ്. For calculating the percentage of marks obtained by a student in a subject from the grade point തന്നിട്ടുള്ള കുട്ടിയുടെ പെർസെന്റേജ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ ആ സബ്ജക്റ്റിലെ ഗ്രേഡ് പോയിന്റ് ഇൻറ്റു 9.5 ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെയാണ് GPA, ആവറേജ് ഗ്രേഡ് പോയിന്റ്, അത് കാണുന്നെങ്കിൽ ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ്സ്, അതായത് എല്ലാ സബ്ജക്റ്റിന്റെയും ഗ്രേഡ് പോയിന്റ്സ് കൂട്ടിയിട്ട് എത്ര സബ്ജക്റ്റ് ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പൊ അതിന്റെ ആവറേജ് കിട്ടും. അതാണ് ആവറേജ് GPA എന്ന് പറയുന്നത്, ഗ്രേഡ് പോയിന്റ് ആവറേജ്. Indeed, overall percentage of marks of a student is calculated by the formula 9.5 into ഈ കിട്ടിയ GPA. ഈ GPAന്റെ കൂടെ മൾട്ടിപ്ലൈഡ് ബൈ 9.5 ചെയ്താൽ ടോട്ടൽ ഓവറോൾ പെർസെന്റേജ് കിട്ടുന്നതായിരിക്കും. ഇനി ഇതിന്റെ യൂസസ്, ഗ്രേഡിംഗ് സിസ്റ്റത്തിന്റെ യൂസ് എന്താണ്? ഇറ്റ് റെഡ്യൂസസ് ദ മെന്റൽ സ്ട്രെസ് ഓഫ് സ്റ്റുഡൻസ് as it eliminates the thinking that those who score 59% are less proficient than those having an achievement score of 60. ഇവിടെ 51 to 60% കിട്ടുന്നവര് C1 ആണ് എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതാ പറയുന്നത് ഇവിടെ ഇപ്പൊ ഒരു 59 കിട്ടിയ കുട്ടിയെ സംബന്ധിച്ച് സെയിം കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മറ്റേ കുട്ടിയെക്കാളും മോശമാണല്ലോ എന്നുള്ള ഒരു ചിന്ത കുട്ടിക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മെന്റൽ സ്ട്രെസ് വളരെയധികം കുറയും. Students having scores lying in a particular class interval are considered to be equal in their level of proficiency. ഇങ്ങനെ ഒരു ക്ലാസ് ഇന്റർവെലിനകത്ത് വരുന്ന കുട്ടികൾ
ആരുടെ പെർഫോമൻസ് കുറച്ച് കുറവാണെങ്കിൽ പോലും അതറിയില്ല. കാരണം ഈ ഒരു ക്ലാസ് ഇന്റർവെലിന് മൊത്തത്തിൽ ഒരു ഗ്രേഡാണ് കൊടുക്കുന്നത്. അപ്പൊ അത് കുട്ടികളെ സംബന്ധിച്ച് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അവർക്കൊരു വിഷമം ഉണ്ടാവില്ല. അയ്യോ എന്റെ മാർക്ക് കുറഞ്ഞല്ലോ, ഞാൻ മറ്റു കുട്ടികളെക്കാളും മോശമാണല്ലോ എന്നൊരു ചിന്തയ്ക്ക് സാധ്യതയില്ല. A student's grade does not get influenced by the achievement level of other students. മറ്റു കുട്ടികളായിട്ട് ഒരു കമ്പാരിസൺ സാധ്യത അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് അവോയ്ഡ്സ് സ്റ്റുഡൻസ്, കുട്ടികൾ തമ്മിലുള്ള ആ ഒരു അൺഹെൽത്തി കോമ്പറ്റീഷൻ ഒഴിവാവും. Students who fail to achieve the minimum level of proficiency accepted as adequate are given a chance to improve their performance and get admitted to the next higher class without wasting an academic year. ഇങ്ങനത്തെ പറഞ്ഞാൽ അവർക്ക് ഒരു വർഷം നഷ്ടപ്പെടാതെ തന്നെ ഹയർ സ്റ്റഡീസിന് പോവാൻ വേണ്ടിയിട്ടുള്ള സാധ്യത ഉണ്ടാവും. അതായത് കുറഞ്ഞ ഗ്രേഡ് കിട്ടി എന്ന് വിചാരിച്ച് ഫെയിൽ ആയി എന്ന് പറഞ്ഞിരിക്കേണ്ട കാര്യം വരുന്നില്ല. അവർക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഫീഡ്ബാക്ക് മെക്കാനിസം, ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ എന്താണ്, നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ടിന് ബേസ് ചെയ്തിട്ട് എന്തൊക്കെയാണോ ഇതിലുള്ള ഡെഫിഷ്യൻസീസ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യണം എന്ന് കൊടുക്കുന്നതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. It refers to providing students with the knowledge of results obtained in the assessment based upon which they are informed of the deficiencies found in their learning along with the suggestions for removing them. ഡെഫിഷ്യൻസി ഒഴിവാക്കാൻ വേണ്ടുന്ന സജഷൻസ് കൊടുക്കുകയും എന്തൊക്കെയാണ് വന്നിട്ടുള്ള മിസ്റ്റേക്സ് എന്നുള്ളത് എടുത്ത് കാണിച്ചു കൊടുക്കാനും ഉപയോഗിക്കുന്നതാണ് ഈ ഫീഡ്ബാക്ക്. The primary purpose of assessment is to improve student learning. For this, the feedback followed by assessment helps a lot. Assessment ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ആ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് കുട്ടികളുടെ ഇംപ്രൂവ്മെന്റിന് ശരിക്കും ഹെൽപ്ഫുൾ ആണ്. It is the learner whose interests and needs are the real base for the learner-centered curriculum. The feedback in the learner-centered approach is mainly from the learners themselves, either directly or indirectly. Their performance, their behavior, their activities also act as a feedback. അപ്പോൾ ഒരു കുട്ടിയുടെ പെർഫോമൻസും അവരുടെ ബിഹേവിയറും അവരുടെ ആക്ടിവിറ്റീസും എല്ലാം ഫീഡ്ബാക്കിന് കണക്കാക്കുന്നതാണ്. The parents who are able to realize the changes happened in children, the teachers who are able to support the learners while they are making and transacting the curriculum, and the students who follow the instructions, perform the tasks mentioned in the curriculum, exhibit changes in behavior and evaluate themselves are all able to give ഫീഡ്ബാക്ക്. പാരന്റ്സിനായാലും ടീച്ചേഴ്സിനായാലും കുട്ടികളിൽ നമ്മൾ ലേണിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ആണല്ലോ. അപ്പൊ ഒരു കുട്ടിയുടെ ബിഹേവിയറിൽ അല്ലെങ്കിൽ ആ കുട്ടിയുടെ നോളജ് ഗ്രാസ്പിംഗ് കാര്യത്തിൽ എല്ലാത്തിനും തന്നെ വരുന്ന ചേഞ്ചസ് കൂടെ തന്നെ നിന്ന് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ടീച്ചേഴ്സിനും പാരന്റ്സിനും എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റുമല്ലോ. അപ്പം അതനുസരിച്ച് ആർക്കും ഇനി അതല്ല കുട്ടിക്ക് സ്വയവും ഫീഡ്ബാക്ക് എടുക്കാം, പിയേഴ്സിന്റെ അടുത്തുനിന്ന് എടുക്കാം, കൂടെയുള്ള മറ്റ് സ്റ്റുഡൻസിന്റെ അടുത്ത് നിന്നുള്ളത് കിട്ടും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് എപ്പോഴും കുട്ടികളുടെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. അതും ലേണർ സെന്റേർഡ് കരിക്കുലത്തിന്റെ ഒരു ഫീച്ചർ തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് ഇവാലുവേഷൻ. ഇവാലുവേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഇസ് അണ്ടർടേക്കൺ because in each and every step the individual learners are able to realize the changes, the development and the progress of themselves. അവർക്ക് സ്വയം തന്നെ തിരിച്ചറിയാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫോർമേറ്റീവ് അസസ്മെന്റ് മെത്തേഡ് ഉപയോഗിക്കുന്നതുകൊണ്ട്. So they can evaluate their own learning formatively. It is more than the teachers, the learners are able to identify and judge their progress. And next is learning outcome. എന്താണ് ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത്? നമ്മൾ ഒരു പെർട്ടിക്കുലർ കാര്യം പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അതിന് നമ്മൾ ആദ്യം ഒബ്ജക്റ്റീവ്സ് വെക്കും അല്ലെ. ഒരു യൂണിറ്റ് പഠിപ്പിക്കുകയാണെങ്കിൽ അതിനുള്ള ഒബ്ജക്റ്റീവ്സ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാറുണ്ട്. ഈ യൂണിറ്റ് പഠിപ്പിച്ച് തീരുന്നതോടുകൂടി ഒരു സ്റ്റുഡന്റിന് ഇന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, ഇന്ന കാര്യങ്ങളിൽ അവര് എക്സ്പേർട്ട് ആവും അല്ലെങ്കിൽ അറിവ് നേടും എന്നൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യുന്നു. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നതിനാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാറുള്ളത്. നമ്മൾ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ആ ഓരോരോ ഒബ്ജക്റ്റീവും കുട്ടി അച്ചീവ് ചെയ്തോ എന്നുള്ളതാണ് അതിന്റെ ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ റിസൾട്ട്.
ഓരോരോ ഒബ്ജക്റ്റീവും പഠിപ്പിച്ച് കഴിയുന്ന സമയത്ത് ആ കുട്ടി അത് എത്രത്തോളം അച്ചീവ് ചെയ്തു എന്നുള്ളതാണ് ലേണിംഗ് ഔട്ട്കം എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ലേണർ സെന്റേർഡ് കരിക്കുലത്തിന്റെ കാര്യത്തിൽ the individuals who are able to realize the learning outcomes are the individual learners rather than any other individuals concerned, be it is the teacher or the parents or any other stakeholders. അപ്പോ ലേണർ സെന്റേർഡ് കരിക്കുലത്തിന്റെ അകത്ത് ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് അത് ടീച്ചറോ അല്ലെങ്കിൽ പാരന്റ്സോ മറ്റുള്ളവരോ അല്ല ഈ കുട്ടി എത്രത്തോളം ഇത് അച്ചീവ് ചെയ്തു എന്നുള്ളത് തിരിച്ചറിയുന്നത്. ഇൻസ്റ്റഡ് അത് ആ ലേണർ തന്നെയാണ്. അതാണ് ഈ ഒരു കരിക്കുലത്തിന്റെ ലേണർ സെന്റേർഡ് ആയിട്ടുള്ള കരിക്കുലത്തിന്റെ ഒരു പ്രത്യേകത. Curriculum was developed, designed and implemented by the individual learners, though with the guidance of the teacher. The individual learners are also able to understand better the goals to be reached, how to reach the goal, and at the end verify whether he has reached the goal. അപ്പോൾ ഈ ലേണർ സെന്റേർഡ് കരിക്കുലത്തിന്റെ അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതും ഡിസൈൻ ചെയ്തതും ഇൻ സച്ച് എ വേ ദാറ്റ് ആ ഇൻഡിവിജ്വൽ ലേണർ തന്നെയാണ് അത് നന്നായി മനസ്സിലാക്കുന്നത്. മറ്റ് ടീച്ചറിനെക്കാളും മറ്റുള്ളവരെക്കാളും എന്താണ് അറ്റ് ദ എൻഡ് എന്തായിട്ടുണ്ടോന്ന് ഗോൾസ് ടു ബി റീച്ച്ഡും അതുപോലെ തന്നെ ഹൗ ടു റീച്ച് ദ ഗോൾ, എങ്ങനെയാണ് ആ ഗോള് എത്തേണ്ടത് എന്നുള്ളതും, ആൻഡ് അറ്റ് ദ എൻഡ് വെരിഫൈ വെദർ ഹി ഹാസ് റീച്ച്ഡ് ദ ഗോൾ, അവസാനത്തിൽ ഈ ഗോള് ഞാൻ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു എന്നുള്ള കാര്യവും ലേണർ തന്നെയാണ് അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. If the teacher try to find out the learning outcomes, they can understand, but sometimes it may be deceptive. Only the individual learners know himself or herself better than anyone else. So, learning outcome of the learner-centered curriculum is realized only by the learner himself or herself. And അടുത്തത് curriculum and its importance in learner-centered approach. ഇതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് തിരിച്ചും മറിച്ചും ഈ പറയുന്നത്. അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ലേണർ സെന്റേർഡ് കരിക്കുലത്തിന്റെ ഇമ്പോർട്ടൻസ് അത് തന്നെയാണ് ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി ഓഫ് ലേണിംഗ് ആണ്. അതായത് ഇൻഡിവിജ്വൽസ് വെൻ ലേൺ ദേ റിലേറ്റ് ദ ന്യൂ ഇൻഫർമേഷൻ റിസീവ്ഡ് ആൻഡ് സ്കിൽസ് ടു ബി ഡെവലപ്ഡ് ടു വാട്ട് ദേ ഹാവ് ഓൾറെഡി നോൺ. നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ തന്നെയാണ് വരുന്നത് അവിടെയും. കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറിയാണ്. അതായത് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പം നമ്മള് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള പ്രീവിയസ് നോളജ് എന്ന് പറയുന്നതുമായിട്ട് റിലേറ്റഡ് ആണ്. ആക്റ്റീവ്ലി പ്രാക്ടീസ് ദം ആൻഡ് ഗെറ്റ് ഫീഡ്ബാക്ക് ഓൺ ദിയർ പെർഫോമൻസ്. ആ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ഒരു കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് തുടർന്ന് പഠിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള പ്രത്യേകത. കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി ഓഫ് ലേണിംഗിൽ പറയുന്നത്. In this approach, students clearly express their learning goals that are related to real life. Real life ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. So students help in the planning of curriculum and also it is relevant to students' real life context. In this approach, learners construct their own knowledge from what they are exposed to in the classroom and what they have already experienced in their lives. ജീവിതത്തിലായാലും ക്ലാസ് റൂമിലായാലും അവർക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ മുമ്പ് കിട്ടിയിട്ടുള്ള ഓൾറെഡി കിട്ടിയിട്ടുള്ള അറിവുകള് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും അത് ഇപ്പൊ കിട്ടിയിട്ടുള്ള കാര്യങ്ങളും ആയിട്ട് റിലേറ്റ് ചെയ്യുകയും അത് നമ്മുടെ റിയൽ ലൈഫിൽ എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്നുള്ളത് ചെക്ക് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. The curriculum gives students written details about the types of learning experiences they need to acquire for realizing the expected learning objectives. ഈ ഒരു കരിക്കുലത്തില് കുട്ടികൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഏതെല്ലാം ലേണിംഗ് എക്സ്പീരിയൻസുകളാണ് അവര് അക്വയർ ചെയ്യേണ്ടത്, എന്തെല്ലാം ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ് ഈ ഒരു കോഴ്സിന്റെ എൻഡ് ആവുമ്പോഴത്തേക്കും അവർക്ക് അക്വയർ ചെയ്യേണ്ടത്, അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ റിട്ടൺ ആയിട്ട് തന്നെ ഈ കരിക്കുലത്തിൽ കൊടുത്തിരിക്കും. ഇൻ അതർ വേർഡ്സ്, കരിക്കുലം ഫെമിലിയറൈസസ് സ്റ്റുഡൻസ് വിത്ത് ദ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനെ പറ്റി കൃത്യമായിട്ട് കുട്ടികൾക്ക് അറിവുണ്ടാക്കാറുണ്ട്. ബൈ ദിസ് വേ ഇറ്റ് മേക്സ് ദ ടാസ്ക് ഓഫ് ലേണിംഗ് പർപ്പസ്ഫുൾ ആൻഡ് ഗോൾ ഓറിയന്റഡ്. അതുകൊണ്ട് തന്നെ അത് പേർപ്പസ്ഫുള്ളും ഗോൾ ഓറിയന്റഡും ആയിരിക്കും. ഒരു ഗോളിനെ എയിം ചെയ്തും കൊണ്ട് ഉള്ളതായിരിക്കും ഈ ഒരു ലേണർ സെന്റേർഡ് അപ്രോച്ച് എന്ന് പറയുന്നത്.
Then a properly developed curriculum is accompanied by the resource materials in order to supplement it. These resources include suggested experiments, projects, assignments, references, field trips, etc. These resource materials are important for both teachers and learners. അതായത് നമുക്ക് അറിയാം ഓരോരോ യൂണിറ്റിന്റെ അവസാനത്തിൽ സജസ്റ്റഡ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. അതിനകത്ത് വരുന്ന എന്താ പറയാ അസൈൻമെന്റ്സ് ആയിട്ടാവാം, അല്ലെങ്കിൽ റെഫറൻസ് ആയിട്ട് തരാം, അതല്ലെങ്കിൽ ഫീൽഡ് ട്രിപ്സോ എന്താ പറയാ ഇൻഡസ്ട്രി വിസിറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഷ്യലി ആ ഒരു കമ്മ്യൂണിറ്റി ആക്ടിവിറ്റി ആയിട്ടുള്ളതാവാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ഒരു പഠിക്കുന്ന ലെസണുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് വരുന്ന എന്തെങ്കിലും സജസ്റ്റഡ് ആക്ടിവിറ്റീസ് ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അതാണ് ഇവിടെ റിസോഴ്സ് മെറ്റീരിയൽസ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിച്ചത്. A curriculum is a properly developed framework of the teaching learning process. It includes learning objectives that should be known to the learners. When learners are aware of the learning objectives, they can plan, execute, and evaluate learning experiences for the realization of the learning outcomes of the course study. A well-developed curriculum helps the learner in their learning process from the beginning to the end for the realization of the set learning objectives. Realization of these learning objectives results in overall growth and development in all the aspects and dimensions of the personality of the learners. സെയിം കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ ഓരോ പോയിന്റും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇത് തന്നെയാണ് പറയുന്നത്. അതായത് ഒരു കരിക്കുലം ലേണറിനെ ലേണിംഗ് പ്രോസസ്സും അതിന്റെ ഗോളും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യാനും ആ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനും അതിന്റെ റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മനസ്സിലാക്കി അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അതൊക്കെ സാധിപ്പിക്കുന്നു. അത് അവസാനം എന്താ ചെയ്യുന്നത്? ഈ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എല്ലാം റിയലൈസ് ചെയ്യുന്നതിലൂടെ ഇറ്റ് വിൽ ഹെൽപ്പ് ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഓൾ ആസ്പെക്ട്സ് ആൻഡ് ഡയമെൻഷൻസ്. എല്ലാ തരത്തിലും ഉള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവാൻ, ഗ്രോത്തും ഡെവലപ്മെന്റും ഉണ്ടാകാൻ ലേണറിന് ഹെൽപ്പ് ചെയ്യുന്നു. ഈ അഡ്വാൻറ്റേജസ് ഓഫ് ലേണർ സെന്റർഡ് കരിക്കുലം. അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. സ്റ്റുഡൻസ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദിയർ ലേണിംഗ് ആൻഡ് ഗെറ്റ് ദംസെൽസ് ആക്റ്റീവ്ലി ഇൻവോൾവ്. കുട്ടികൾ തന്നെ, സ്റ്റുഡൻസ് തന്നെ അവരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു. അതായത് ടീച്ചറിന്റെ ആവശ്യമല്ല കുട്ടികൾ ഈ ഓരോരോ ഒബ്ജക്റ്റീവും അച്ചീവ് ചെയ്യുക എന്നുള്ളത്. അത് കുട്ടികളുടെ ആവശ്യമായി കണ്ട്, അവരുടെ ഉത്തരവാദിത്തമായി കണ്ട് അവർ തന്നെ വളരെ ആക്റ്റീവായിട്ട് ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു ലേണിംഗില്. Every student is encouraged to develop qualities like asking questions and get answered, seeking reasons for anything and everything, independently completing the task undertaken, etc. കുട്ടികൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും ആൻസേഴ്സ് നേടാനും അതുപോലെ ഓരോന്നിന്റെയും കാരണങ്ങൾ അന്വേഷിക്കാനും ഒക്കെ ഉള്ള ഒരു എബിലിറ്റി, അല്ലെങ്കിൽ അവരെ അതിനുവേണ്ടി എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് ടീച്ചർ ചെയ്യേണ്ടത്. As students participate directly in learning activities, they show more interest and involvement in learning. അവര് ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് അതിനകത്ത് വളരെയധികം ഇൻട്രസ്റ്റും ഇൻവോൾവ്മെന്റും ഉണ്ടാവുന്നു. സ്റ്റുഡന്റ് സെന്റേർഡ് കരിക്കുലം ഹെൽപ്സ് ടു ഡെവലപ്പ് മൾട്ടിപ്പിൾ സ്കിൽസ് ഇൻക്ലൂഡിംഗ് ഫിസിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ സ്കിൽസ് അമംഗ് ദ സ്റ്റുഡൻസ്. ഒരേസമയം ഫിസിക്കലും പ്രാക്ടിക്കലുമായിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. In learner-centered curriculum, learning will not be just memorizing and retaining. Students are helped to reflect on what they learn and how they learn. അപ്പം ജസ്റ്റ് റോട്ട് ലേണിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ROTE, റോട്ട് ലേണിംഗ്. റോട്ട് ലേണിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ പണ്ട് പഠിച്ചിരുന്ന ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ ബൈഹാർട്ട് പഠിക്കുന്ന ഒരു ഏർപ്പാടില്ലേ, അതുപോലെ ഫോർമുലകള്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മെമ്മറൈസ് ബൈഹാർട്ട് ചെയ്ത് അത് മെമ്മറൈസ് ചെയ്യുന്ന കാര്യങ്ങൾ പണി, ആ ഒരു പരിപാടി ഇതിലുണ്ടാവില്ല. ലേണിംഗ് വിൽ നോട്ട് ബി ജസ്റ്റ് മെമ്മറൈസിങ് ആൻഡ് റിട്ടൈനിങ്. സ്റ്റുഡൻസ് ആർ ഹെൽപ് ടു റിഫ്ലക്ട് ഓൺ വാട്ട് ദേ ലേൺ ആൻഡ് ഹൗ ദേ ലേൺ. അവര് അതിന് പകരം അത് മനസ്സിലാക്കി അത് എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത് എന്നുള്ളത് അവരെ കൊണ്ട് തന്നെ. ഇപ്പം കുട്ടികൾക്കൊന്നും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്നും പഠിക്കാനില്ലല്ലോ, അതൊക്കെ റിഫ്ലക്ട് ചെയ്യുക എന്നുള്ളൊരു രീതിയിലായി മാറിയില്ലേ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതൊക്കെ ലേണർ സെന്റേർഡ് കരിക്കുലത്തിന്റെ ഒരു എന്താ പറയാ advantages ആയിട്ട് പറയാം.
As students themselves are able to direct their learning activities, their motivation to learn increases. അവർ തന്നെ ലേണിംഗ് ആക്ടിവിറ്റീസിൽ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉള്ളത് കാരണം അവരുടെ മോട്ടിവേഷനും ഇൻക്രീസ് ചെയ്യുന്നു. സ്റ്റുഡന്റ് സെന്റേർഡ് ലേണിംഗ് എൻകറേജസ് സ്റ്റുഡൻസ് ടു വർക്ക് ടുഗദർ ആൻഡ് ലേൺ. അതായത് കൊളാബറേറ്റീവ് ലേണിംഗ്, ഗ്രൂപ്പായിട്ട് പലരുടെയും ആശയങ്ങൾ എടുത്ത് അതിന്റെ മുകളിൽ ചർച്ച ചെയ്തിട്ടും ഒക്കെ ആയിട്ട് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരെ എൻകറേജ് ചെയ്യുന്നു. In student-centered curriculum, students' needs and interests form the basis for selecting learning experience, guiding, and evaluation. This helps the students to get self-motivated and get good achievement in learning. As the content of the curriculum is based on students' needs, learner-centered curriculum helps students get functional learning. കുട്ടികളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടുള്ള ആയതുകൊണ്ട് ഫങ്ഷണൽ ലേണിംഗിന് അത് ഹെൽപ്പ് ചെയ്യുന്നു. Student-centered curriculum is psychologically sound as it is primarily based on growth and development of students. അവരുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റും കൂടി അതിൽ സാധ്യമാണ്. കാരണം കുട്ടികളുടെ എന്താ പറയാ മാനസികമായ ആ ഒരു അവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് പോകുന്ന ഒരു കരിക്കുലമാണ്. Student-centered curriculum helps to well integrate the learning experiences. Learning becomes a joyful activity while implementing the student-centered curriculum. ഒരു സന്തോഷകരമായ ആക്ടിവിറ്റി, അല്ലാതെ അയ്യോ ഇനിയിപ്പോ ടീച്ചർ വരുമല്ലോ ഈ അവർ എങ്ങനെ കിടക്കാം എന്നുള്ള രീതിയിലല്ല കുട്ടികൾ ചിന്തിക്കുന്ന, പകരം അതൊരു ജോയ്ഫുൾ ആക്ടിവിറ്റി ആയി മാറുന്നു അവർക്ക്. ഇനി ഇപ്പൊ അഡ്വാൻറ്റേജസ് പറഞ്ഞാൽ ഓഫ് കോഴ്സ് അതിനൊരു ലിമിറ്റേഷൻസും ഉണ്ടാവുമല്ലോ. അപ്പം ലിമിറ്റേഷൻസ് എന്താന്ന് പറഞ്ഞാൽ Students at secondary level are not mature enough to know their future needs. അതാണ് കുട്ടികളുടെ ലേണറിന്റെ നീഡ്സും ഇൻട്രസ്റ്റും എന്നൊക്കെ പറഞ്ഞു ഇത്രയും നേരം അല്ലെ. അപ്പൊ ഈ കുട്ടികളുടെ നീഡ്സ് എന്താണ്, ഭാവിയിൽ എന്താണ് അവരുടെ നീഡ്സ്, അല്ലെങ്കിൽ അത് എങ്ങനെ അവർക്ക് ഉപകരിക്കും എന്നുള്ളതിനെ പറ്റിയൊന്നും വലിയൊരു ഐഡിയ ഉണ്ടാവാൻ മാത്രമുള്ള മെച്യൂരിറ്റി ഒരു സെക്കൻഡറി സ്കൂളിലുള്ള കുട്ടികൾക്ക് ഉണ്ടാവില്ല. ഫർദർ ദേ മേ ഓൾസോ എക്സാജറേറ്റ് ദെയർ എബിലിറ്റീസ്. അതുപോലെ തന്നെയാണ് അവരുടെ ഇല്ലാത്ത കഴിവുകൾ പോലും അവര് ഉണ്ടെന്ന് കരുതുകയും പറയുകയും ചെയ്യും. A curriculum based on students' present needs and interests may not meet their future needs. ഇപ്പൊ നിലവിലുള്ള അവരുടെ നീഡ്സും ഇൻട്രസ്റ്റും നോക്കി മാത്രം ഉണ്ടാക്കുന്ന ഒരു കരിക്കുലം എന്ന് പറയുന്നത് ഭാവിയിൽ അവരുടെ നീഡ്സിന് ഉപകരിക്കുന്ന തരത്തിലുള്ളതാവില്ല. There is a danger that essential contents to be learned and values requiring training may not find a place in student-centered curriculum. ശരിക്കും അവർക്ക് ആ ഒരു ഏജിൽ ആ ഒരു സമയത്ത് കിട്ടേണ്ടതായ വാല്യൂസും അവര് മനസ്സിലാക്കേണ്ടതായ പല കാര്യങ്ങളും അതിലൂടെ അവർക്ക് കിട്ടാതെ പോകുന്നു എന്നുള്ള ഒരു അപകടം കൂടി അതിൽ ഉണ്ട്. The aspirations and needs of students may widely vary, and as such developing and implementing student-centered curriculum is very difficult. As the contents for a student-centered curriculum are organized on psychological basis and not in a logical sequence, they may lack continuity. അതുകൊണ്ട് ഒരു ലോജിക്കൽ ഓർഡറിൽ അല്ലാത്തത് കാരണം അത് കണ്ടിന്യൂറ്റിയെ എഫക്ട് ചെയ്യും. In subject-centered curriculum, instructional materials and aids which are available in the market could be used, but in student-centered curriculum, the subject teacher himself has to prepare them. അതും ഒരു വിഷയമാണ് ഒരു ടീച്ചറിനെ സംബന്ധിച്ച്. കാരണം ഒരു റെഡിമെയ്ഡ് മെറ്റീരിയൽസ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല മാർക്കറ്റില്. അതുകൊണ്ട് തന്നെ ടീച്ചർക്ക് സ്വയം അത് ഓരോരോ എന്താ പറയാ സെക്ഷൻസിന്റെയും ലെസൺസ് എല്ലാം സ്വയം പ്രിപ്പയർ ചെയ്യേണ്ടി വരും. Teachers adopting student-centered curriculum need to have wider scholarship and better resourcefulness. അതുകൊണ്ട് തന്നെ ഈ ഒരു student-centered curriculum ഇത് കൊടുക്കുന്ന ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന ടീച്ചേഴ്സിന് നല്ല സ്കോളർഷിപ്പ് നല്ലൊരു പാണ്ഡിത്യം ഉണ്ടായിരിക്കണം ആൻഡ് ബെറ്റർ റിസോഴ്സ്ഫുൾനെസ്, ഇഷ്ടംപോലെ റിസോഴ്സസ് കയ്യിൽ ഉണ്ടായിരിക്കുകയും വേണം. ആൻഡ് ഫോർ 3 സോഷ്യൽ ഓറിയന്റഡ് കരിക്കുലം ഫോർ സോഷ്യൽ റീകൺസ്ട്രക്ഷൻ. ഇവിടെ പ്രോഗ്രസീവിസം എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. ജോൺ ഡിവിയുടെ ആണത്. അത് ഉദ്ദേശിക്കുന്നത് those who follow progressivism argue that what are taught in schools now are the heaps of ancient wisdom, not helpful in preparing students for future life. അതായത് മുമ്പ് ആരൊക്കെയോ കണ്ടുപിടിച്ചിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ തന്നെ, അതായത് പഴയ എന്താ പറയാ
പുരാതനമായിട്ടുള്ള വിസ്ഡം, അറിവ് തന്നെയാണ് കുട്ടികൾക്ക് ഇപ്പോഴും അവരുടെ മുമ്പിലുള്ളത്. അതിന്റെ ഒരു കൂമ്പാരമായിട്ടാണ് ഇരിക്കുന്നത്. അത് ഒരു തരത്തിലും കുട്ടികൾക്ക് അവരുടെ ഫ്യൂച്ചർ ലൈഫിലേക്ക് ഉപകാരപ്രദമല്ല എന്നാണ് ഈ പ്രോഗ്രസീവിസം ഫോളോ ചെയ്യുന്ന ആളുകൾ വിശ്വസിക്കുന്നത്. പ്രോഗ്രസീവ് എഡ്യൂക്കേഷനിസ്റ്റ് അഡ്വക്കേറ്റഡ് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്. അവരുടെ ഒരു ആശയം എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് ആയിരിക്കണം സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ DVയുടെ അതൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലെ, പ്രോബ്ലം സോൾവിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഗെറ്റിംഗ് training in multiple disciplines, the curriculum should prepare students to face future real problems of life. Progressivism gives emphasis for qualities like responsible citizenship, adjustment with society and environment, etc. ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി തീരുക, അതുപോലെ സമൂഹത്തിനോടും പരിസ്ഥിതിയോടും എൻവയൺമെന്റിനോടും അഡ്ജസ്റ്റ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. To make the society function efficiently, students should be trained to become good citizens. സ്റ്റുഡൻസിനെ നല്ല പൗരന്മാരായി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പ്രോഗ്രസീവിസ്റ്റുകളുടെ അഭിപ്രായം. റീകൺസ്ട്രക്ഷനിസം എന്ന് പറയുന്നത് അതൊരു എന്താ പറയാ ഫുൾ ഫ്ലെഡ്ജ്ഡ് അല്ലാത്തൊരു സംഗതിയാണ്. ഇതുവരെ അത് കംപ്ലീറ്റ്ലി ഇത് വന്നിട്ടില്ല, ആക്റ്റീവ് ആയിട്ടില്ല. Problems such as race and caste discrimination, class discriminations, poverty and unemployment attracted the attention of the progressivists. Studies on these problems continue still today. ഇതൊക്കെയാണ് അവരുടെ, അതായത് പറഞ്ഞല്ലോ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് എന്നുള്ള. അപ്പൊ അവരെ സംബന്ധിച്ച് നമ്മളുടെ സൊസൈറ്റിയിൽ കാണുന്ന പ്രോബ്ലംസ് ആണ് ഇതെല്ലാം. റേസിസം, അതുപോലെ ക്ലാസ് ഡിസ്ക്രിമിനേഷൻസ്, പോവേർട്ടി, അൺഎംപ്ലോയ്മെന്റ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതൊന്നും തന്നെ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് അത് ഇപ്പോഴും അണ്ടർ സ്റ്റഡി ആണ്. അപ്പം അത് ഇതുവരെയും സോൾവ് ചെയ്യാൻ അവർക്ക് തന്നെ സാധിച്ചിട്ടില്ല. ദിസ് ഡോക്ട്രിൻ ത്രോസ് ലൈറ്റ് ടു കൾച്ചറൽ pluralism, equality and society in crisis, tries to widen the vision of the society. It very much resembles the views of socialism. സോഷ്യലിസം എന്ന് പറയുന്ന ആശയത്തിന്റെ അതേ ഏകദേശം അതുപോലെ തന്നെ അതിനെ റിസംബിൾ ചെയ്യുന്ന തരത്തിലാണ് ഈ റീകൺസ്ട്രക്ഷനിസം എന്ന് പറയുന്ന സംഗതി. അതായത് സൊസൈറ്റിയെ റീകൺസ്ട്രക്ട് ചെയ്യുക എന്നാണ്, സൊസൈറ്റിയിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുക എന്നുള്ള ഒരു ആശയമാണ്. അത് ഇന്നുവരെ പൂർത്തിയായിട്ടില്ലാത്തതാണ് ഇതിന്റെ മുകളിലുള്ള സ്റ്റഡീസ്. ഇനി സോഷ്യൽ റീകൺസ്ട്രക്ഷനിസം എന്ന് പറയുമ്പോഴത്തേക്കും the objectives of this doctrine are to make use of education for bringing social changes and motivate students to raise probing questions regarding social inequalities. So സമൂഹത്തിലെ അസമത്വങ്ങൾക്കെതിരെ എന്താ പറയാ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ, ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യുക, അതിലൂടെ ഒരു സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, സോഷ്യൽ റീകൺസ്ട്രക്ഷനിസം എന്നുള്ളതിന്റെ. ഇറ്റ് സപ്പോർട്ട്സ് റാഡിക്കൽ സോഷ്യൽ ചേഞ്ചസ് വിത്ത് എ ലോങ് ടേം വിഷൻ. Theodor Brameld, a staunch supporter of this movement, had expressed the following views. Social reconstructionism is committed to creating a new culture. This is essential at this juncture when evolutionary changes are taking place now across world. അതൊരു പുതിയ കൾച്ചർ ഉണ്ടാക്കും ഈ സോഷ്യൽ റീകൺസ്ട്രക്ഷനിസം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. Society is facing many conflicts and problems such as wars, poverty in the midst of affluence, racial discrimination, violence, unemployment, environmental degradation, oppression by the governments, etc., which need urgent attention. അതായത് പെട്ടെന്ന് തന്നെ അറ്റൻഷൻ ആവശ്യമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, വയലൻസ്, അൺഎംപ്ലോയ്മെന്റ്, അതുപോലെ വാറുകള്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്താ പറയാ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അത് ചെയ്യാം, കൺട്രോളിൽ കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ ആശയത്തിൽ, സോഷ്യൽ റീകൺസ്ട്രക്ഷനിസം എന്ന് പറയുന്നതിന്റെ ആശയത്തിൽ വരുന്നത്. ഇഫ് സൊസൈറ്റി ഈസ് ടു ബി റിഡീംഡ് ഫ്രം സച്ച് മിസറീസ്, പവർ ഷുഡ് ഗെറ്റ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് മാസസ്. അതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ആശയം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, മിസറീസ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ദുഃഖകരമായ സംഭവങ്ങൾ ഇല്ലാതാവണമെങ്കിൽ അല്ലെങ്കിൽ കുറയണമെങ്കിൽ, റിഡീം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പവർ, അധികാരം എന്ന് പറയുന്നത് മാസസിന്റെ കയ്യിലേക്ക് വരണം, ജനങ്ങളുടെ കയ്യിലേക്ക് വരണം എന്നുള്ളതാണ് അവരുടെ
ആശയം. എങ്കിൽ മാത്രമേ സൊസൈറ്റി നന്നാവുള്ളൂ എന്നുള്ള ഒരു ആശയമാണ് അവരുടേത്. അപ്പോ ഇതിൽ പറയുന്നത് നമ്മളുടെ കരിക്കുലത്തിനെ വെച്ച് നോക്കുന്ന സമയത്ത് കരിക്കുലം ഷുഡ് ബി സോ ഫ്രെയിംഡ് ടു മേക്ക് ഓൾ സോഷ്യൽ ആക്ടിവിറ്റീസ് ഗെറ്റ് ഇൻവോൾവ് ഇൻ സോഷ്യൽ റീകൺസ്ട്രക്ഷൻ. എല്ലാ സോഷ്യൽ ആക്ടിവിറ്റീസും ഈ സോഷ്യൽ റീകൺസ്ട്രക്ഷന് ഉതകുന്ന തരത്തിലുള്ളതായിരിക്കണം, അതിന് പറ്റുന്ന തരത്തിലുള്ളതായിരിക്കണം നമ്മളുടെ കരിക്കുലം ഡെവലപ്മെന്റ് ഫ്രെയിമിംഗ് എന്നുള്ളതാണ് അവർ പറയുന്നത്. However, only social service and community centered activities alone are not enough. Schools should take forward social activities and social progress, beginning with showing interest in social, political and economical progress of the society. സമൂഹത്തിന്റെ സോഷ്യലും പൊളിറ്റിക്കലും ഇക്കോണമിക്കലും ആയിട്ടുള്ള പ്രോഗ്രസിന് എയിം ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സ്കൂൾസ് മുൻകൈ എടുത്ത് ചെയ്യണം. സോഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഈ തരത്തിലുള്ള ഡെവലപ്മെന്റിന് ഉതകുന്ന തരത്തിലുള്ളതായിരിക്കണം. Then assuring social changes, and finally education should lay the foundation for the creation of a just society. അപ്പൊ അത്തരത്തിലുള്ള ഒരു ജസ്റ്റ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ വളരെ നീതിയും ന്യായവും ഒക്കെ അനുസരിച്ച് പോകുന്ന ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റണം എന്നുള്ളതാണ് എഡ്യൂക്കേഷന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് എന്നാണ് ഈ ഒരു സോഷ്യൽ റീകൺസ്ട്രക്ഷനിസം എന്നുള്ള ആശയത്തിലൂടെ പറയുന്നത്. അപ്പൊ അതിനനുസരിച്ചായിരിക്കണം എഡ്യൂക്കേഷന്റെ ആ ഒരു കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്നത്. Bramall considered that education, besides helping the students to grow as a social being, should also help him or her to become an efficient planner and the one who realizes the social reality. നമ്മുടെ സൊസൈറ്റിയുടെ ഒരു അവസ്ഥ, യാഥാർത്ഥ്യം ഒക്കെ മനസ്സിലാക്കുന്ന തരത്തിൽ ഉള്ള ആൾക്കാർക്ക് ആ തരത്തിലുള്ള സിറ്റിസൺസ് ആയി കുട്ടികൾ വളർന്നു വരണം എന്നുള്ളതാണ്. Then activities for social reconstruction എന്ന് പറയുമ്പോഴേക്കും സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ cleanliness of dwellings and its surroundings, protection of water bodies, trees planting, maintenance of roads, etc. കുട്ടികളൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വീടും പരിസരവും വൃത്തിയാക്കുക, പ്രൊട്ടക്ഷൻ ഓഫ് വാട്ടർ ബോഡീസ്, കുളം തോട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയാക്കൽ, ഈ വക കാര്യങ്ങൾ, റോഡ് ക്ലീൻ ചെയ്യൽ, മെയിൻ്റനൻസ്, മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ, ഈ തരത്തിലുള്ള ഒക്കെ തരത്തിലായിരിക്കണം സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ്. അവയർനെസ് മൂവ്മെന്റ്, conducting exhibitions to highlight the importance of protecting natural resources, basics of good life, small savings, using electronic gadgets, etc. അതുപോലെ അവയർനെസ്സിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെ എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യാം. അതെ പ്രോഗ്രസീവിസ്റ്റുകളുടെ ആശയമാണ് ഈ സോഷ്യൽ റീകൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ അവയർനെസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യാം. എന്തിനാണ്? നമ്മളുടെ നാച്ചുറൽ റിസോഴ്സസ് പ്രൊട്ടക്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകത, അതുപോലെ ബേസിക്സ് ഓഫ് ഗുഡ് ലൈഫ്, നല്ല ജീവിതത്തിന് വേണ്ടിയിട്ട് വേണ്ടുന്ന അടിസ്ഥാന കാര്യങ്ങളെ പറ്റിയിട്ട്, അതുപോലെ സ്മോൾ സേവിങ്സ്, സമ്പാദ്യശീലം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗം, നല്ല രീതിയിലുള്ള ഉപയോഗത്തിനെ പറ്റിയിട്ട് ഒക്കെ ആയിട്ട് എക്സിബിഷൻസ് പോലെയൊക്കെ നടത്താം നമുക്ക് അവയർനെസ്സിന് വേണ്ടിയിട്ട്. അതുപോലെ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ്, എക്സ്പ്ലെയിനിങ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ സിറ്റിസൺസ് ത്രൂ കൾച്ചറൽ പ്രോഗ്രാംസ്. സിറ്റിസന്റെ റൈറ്റ്സും ഡ്യൂട്ടീസും എന്തൊക്കെയാണ് എന്നുള്ളത് കൾച്ചറൽ പ്രോഗ്രാംസിലൂടെയൊക്കെ, നമ്മളിപ്പോ ഈ ചെറിയ നാടകങ്ങളിലൂടെയോ ഇപ്പൊ സ്റ്റേജ് ഷോകളൊക്കെ നടത്തില്ലേ, അങ്ങനെയുള്ള സമയത്ത് ചെറിയ ചെറിയ കഥകളിലൂടെയോ നാടകങ്ങളിലൂടെയോ കഥാപ്രസംഗം പോലെയുള്ള സംഗതികളോ അങ്ങനത്തെ എന്തെങ്കിലും ആയിട്ടുള്ള ഒരു കൾച്ചറൽ പ്രോഗ്രാമുകളിലൂടെ നമുക്ക് ഒരു പൗരന്റെ കടമകളും കർത്തവ്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അവയർനെസ് കൊടുക്കാം. സിറ്റിസൺഷിപ്പ് ട്രെയിനിങ്, giving training in self governance through leadership programs, ലീഡർഷിപ്പ് പ്രോഗ്രാമുകളൊക്കെ നടത്തിയിട്ട് അത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കാം. അഡൾട്ട് എഡ്യൂക്കേഷൻ, കണ്ടക്ടിങ് സമ്മർ വെക്കേഷൻ പ്രോഗ്രാംസ് ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ലിറ്ററസി മൂവ്മെന്റ്. അതുപോലെ തന്നെ അഡൾട്ട് എഡ്യൂക്കേഷനിൽ കുട്ടികളെയൊക്കെ പങ്കെടുപ്പിക്കാം. ഈ സാക്ഷരതാ മിഷൻ അല്ലെ, എന്താ പറയാ, ലിറ്ററസി മൂവ്മെന്റ്, ഈ
സാക്ഷരതാ മിഷന്റെ ഒക്കെ പോലത്തെ പരിപാടികളിൽ ഈ വയോജന വിദ്യാഭ്യാസം, അഡൾട്ട് എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുക. ഇതെല്ലാം തന്നെ എന്താണ്, സോഷ്യൽ റീകൺസ്ട്രക്ഷനിസത്തിൽ കാരുടെ ഇതിൽ വരുന്ന ആക്ടിവിറ്റീസ് ആണ്. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ആയിരിക്കണം നമ്മൾ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ്. കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഫോർ സോഷ്യൽ റീകൺസ്ട്രക്ഷൻ. അവിടെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ പറയുന്ന കാര്യങ്ങൾ കാര്യമായിട്ട് ഈ ഒരു the urgent need of education is to change this. Indian society is fragmented by social disparities, economic conditions, prejudices based on religion, caste and language, lack of equal opportunities and personal safety for women. നമ്മളുടെ ഇന്ത്യൻ സൊസൈറ്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് സോഷ്യൽ ഡിസ്പാരിറ്റീസ്, സാമൂഹികമായ ഒരുപാട് അസമത്വങ്ങളുള്ള ഒരു രാജ്യമാണ്. അത് ഇക്കോണമിക് കണ്ടീഷനിലായാലും പ്രൊജുഡീസസ് ബേസ്ഡ് ഓൺ റിലിജിയൻ, ഈ ഒരു മുൻവിധികളും ധാരണകളും കാസ്റ്റിലായാലും ലാംഗ്വേജിലായാലും ഒക്കെയുള്ള കാര്യങ്ങൾ, അതുപോലെ ലാക്ക് ഓഫ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പേഴ്സണൽ സേഫ്റ്റി ഫോർ വിമൻ, സ്ത്രീകളുടെ സേഫ്റ്റി കുറവ്, അതുപോലെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലായ്മ, പുരുഷനും സ്ത്രീക്കും രണ്ടുതരം ട്രീറ്റ്മെന്റ് ആണ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ എന്താണ് വേണ്ടത്? എഡ്യൂക്കേഷൻ ഇസ് ടു ചേഞ്ച് ദിസ് കണ്ടീഷൻ ആൻഡ് ക്രിയേറ്റ് സോഷ്യൽ കോഹെഷൻ. അതിനുവേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഇതൊക്കെയാണ്. സെക്യുലർ എഡ്യൂക്കേഷൻ. സെക്യുലർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു വർഗ വിവേചനം ഒന്നും ഇല്ലാതെ, ജാതി മത വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലുള്ളതായിരിക്കണം എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ഫോർ ഓൾ, എല്ലാ ഏജിലുള്ള ആളുകൾക്കും വിദ്യാഭ്യാസം വേണം എന്നുള്ള, പർട്ടിക്കുലർലി ഒരു എലിമെന്ററി സ്കൂൾ വിദ്യാഭ്യാസം എങ്കിലും എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ളതാണ് ഈ എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്നുള്ള ആശയം. എൻറോൾമെന്റ് ഓഫ് സ്റ്റുഡൻസ് വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ ഓഫ് റിലിജിയൻ ആൻഡ് കാസ്റ്റ്. യാതൊരുവിധ ജാതിയുടെയോ മതത്തിന്റെയോ ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത തരത്തിലായിരിക്കണം കുട്ടികളുടെ, അത് സംവരണം കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ഇല്ലാതെ കുട്ടികൾക്ക് അവസരങ്ങൾ കൊടുക്കണം, എൻറോൾമെന്റ് കൊടുക്കണം. സ്റ്റുഡൻസ് ലിവിങ് ടുഗെദർ ഇൻ ഹോസ്റ്റൽ. എല്ലാതരം സ്റ്റുഡൻസും ഒരേപോലെ ഒരേ ഹോസ്റ്റലിൽ താമസിക്കുക എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാക്കുക. Emphasizing the values of concepts like social equality and social justice. നമ്മൾ സോഷ്യൽ ഇക്വാലിറ്റിക്ക്, സാമൂഹികമായ ആ ഒരു സമത്വത്തിനും നീതിക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക. പ്രൊമോട്ടിംഗ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ത്രൂ സ്പോർട്സ്, കോമൺ കരിക്കുലം, ലിറ്ററേച്ചർ, ഡ്രാമ ആൻഡ് കൾച്ചറൽ പ്രോഗ്രാംസ്. അതുപോലെ തന്നെ സ്പോർട്സിലൂടെയോ അല്ലെങ്കിൽ ലിറ്ററേച്ചറോ ഡ്രാമയോ കൾച്ചറൽ പ്രോഗ്രാംസോ കോമൺ ആയിട്ടുള്ള കരിക്കുലമോ അങ്ങനെ എന്ത് മാർഗത്തിലൂടെയാണെങ്കിലും പ്രൊമോട്ടിംഗ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, എല്ലാവർക്കും പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന തരത്തിൽ ഉള്ളത് ആയിരിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു സോഷ്യൽ റീകൺസ്ട്രക്ഷൻ എന്നുള്ളത് നടപ്പിലാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മളുടെ യൂണിറ്റ് 4 ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. സോ നന്നായിട്ട് വായിച്ചു നോക്കുക. And that's all for today. Good night. Thank you for listening.